ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഈ ആവശ്യമുന്നയിച്ച് സ്റ്റാലിൻ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. വിധിയുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് വ്യക്തത തേടിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ചേരുന്നു. ജിഷ്ണു, എന്താണ് വിവരങ്ങൾ? കൃഷ്ണാജി, നേരത്തെയും ഭാരതം എന്ന ഒരു രാജ്യം എന്ന ആശയത്തിനെതിരെ നിരവധി പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഇത്തരത്തിലുള്ള നീക്കങ്ങളും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകിയിരുന്നു. പ്രത്യേകിച്ച് BJP ഇതര മുഖ്യമന്ത്രിമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചേർത്ത് നിർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആശയപരമായുള്ള പോരാട്ടം നടത്തുക, പ്രാദേശികവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, തമിഴ് വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം കണ്ടുകൊണ്ട് ഭാരതം എന്ന രാജ്യം അല്ലെങ്കിൽ നമ്മൾ ഒന്നാണ് എന്ന കൺസെപ്റ്റിനെതിരെയുള്ള നിരവധി പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും സ്റ്റാലിൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണം എന്ന് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തിലൂടെ സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ, അത് കർണാടക, തെലങ്കാന കൂടാതെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങി BJP ഇതര മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാണ് ഇത്തരത്തിൽ സ്റ്റാലിൻ കത്ത് നൽകിയിട്ടുള്ളത്. അതിന്റെ സാഹചര്യം എന്നുള്ളത് സുപ്രീം കോടതിയിൽ നിലവിൽ ഈ ബില്ലുകളിൽ സംസ്ഥാനങ്ങൾ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള സമയപരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് സുപ്രീം കോടതി പുറത്തിറക്കിയിരുന്നു. അതിലൊരു വിശദീകരണം ഭരണഘടനയുടെ അവകാശങ്ങളിൽ ഊന്നിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ ഭരണഘടന നിശ്ചയിക്കാത്ത സമയപരിധി കോടതിക്ക്, ഗവർണർക്കും രാഷ്ട്രപതിക്കും മേൽ നിശ്ചയിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവിടാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൂടാതെ മറ്റ് ചോദ്യങ്ങളുമായി 14 ചോദ്യങ്ങളുണ്ടായിരുന്നു. നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ല് ഗവർണറുടെ അനുമതിയില്ലാതെ പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുമോ? അത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഈ സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചിരുന്നു. അതിനെതിരെ ഒറ്റക്കെട്ടായി സുപ്രീം കോടതിയെ സമീപിക്കണമെന്നും രാഷ്ട്രപതിയുടെ നീക്കത്തെ ചെറുക്കണം എന്നുള്ളതുമാണ് സ്റ്റാലിൻ ഈ കത്തിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലെ BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് നൽകിയിട്ടുള്ള കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒന്ന്, ഈ കത്ത് അയച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എത്രത്തോളം ഇതിനോട് പ്രതികരിക്കും എന്ന് നോക്കിക്കാണേണ്ടതാണ്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്റ്റാലിൻ വിളിച്ചു ചേർത്ത ഇത്തരത്തിൽ BJP ഇതര മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നിരുന്നു. അനാവശ്യ ഭാഷാ വിവാദവും പ്രാദേശിക ഭാഷാ വിവാദവും ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യ ഒരു രാജ്യം, ഒറ്റക്കെട്ടായ രാജ്യമല്ല, വിവിധ സംസ്ഥാനങ്ങളാണ് എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ വേർതിരിച്ച് നിൽക്കേണ്ടവരാണ് എന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും സ്റ്റാലിൻ നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ രാഷ്ട്രപതി നടത്തിയിട്ടുള്ള നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആവശ്യം BJP ഇതര മുഖ്യമന്ത്രിമാരോട് സ്റ്റാലിൻ ഉന്നയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്.